KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PTA റഹീം MLA. 10,000ങ്ങൾക്ക് ആത്മീയ വിരുന്നൊരുക്കി മദ്ഹറിൽ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ടുതങ്ങൾ ഉറൂസ് മുബാറക്കിന് ഉജ്ജ്വല സമാപ്തി. പ്രവാസ ലോകത്ത് സർഗാസ്വാദനത്തിന്റെ വേദികളൊരുക്കി RSC സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. നാഷണൽ സാഹിത്യോത്സവ് അൽ ഐനിൽ. ജിഷയെ കൊലപ്പെടുത്തിയത് അമീറുൽ തന്നെയാണെന്ന് കുറ്റപത്രം. കഴുത്തിലും മുഖത്തും കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷമാണ് ജിഷയെ മാനഭംഗപ്പെടുത്തിയതെന്നും കുറ്റപത്രത്തിൽ. സൗമ്യ വധക്കേസ്. ഗോവിന്ദചാമിക്ക് കൊലക്കുറ്റം ചുമത്തി വധശിക്ഷ നൽകണമെന്ന് സർക്കാർ കോടതിയിൽ. ട്രെയിനിനുള്ളിൽ സൗമ്യയെ ആക്രമിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്നും പുനഃപരിശോധനാ ഹർജി. കോടികൾ ചിലവഴിച്ച് കോഴിക്കോട്ട് BJP ദേശീയ സമ്മേളനം. വർഗീയത വേരുറപ്പിക്കാനുള്ള വിഫലശ്രമമെന്ന് കോൺഗ്രസ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമെന്ന് CPM. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും നിരുപാധികം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ. വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാജ് അസീസാണ് ഇക്കാര്യം അറിയിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കഴുത്തിലും മുഖത്തും കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷമാണ് ജിഷയെ അമീറുൽ ഇസ്ലാം മാനഭംഗപ്പെടുത്തിയതെന്ന് കുറ്റപത്രം. ഏപ്രിൽ 28 വൈകുന്നേരം 5:30ക്കും 6 മണിക്കുമിടയിലാണ് പ്രതി ജിഷയുടെ വീട്ടിലെത്തിയത്. കൊലപാതകത്തിന് തലേദിവസം അമീറുൽ ഇസ്ലാം ജിഷയുടെ വീട്ടിലെത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അമീർ ഉപയോഗിച്ചിരുന്ന ബീഡിയും ലൈറ്ററും ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ചു. പെരുമ്പാവൂർ കുറുപ്പംപടി വട്ടോലിക്കനാൽ ബണ്ടിലെ വീട്ടിൽ ജിഷ കൊല്ലപ്പെട്ട ദിവസത്തെ വിശദാംശങ്ങൾ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കടന്നുപിടിച്ചപ്പോൾ രക്ഷപ്പെടാനായി ജിഷ പ്രതിയുടെ ചൂണ്ടുവിരലിൽ കടിച്ചു. ജിഷ രക്ഷപ്പെടാൻ ശ്രമിക്കവെ അമീർ ജിഷയുടെ തോളിന് താഴെ കടിക്കുകയും കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ചുറ്റി വരിഞ്ഞു മുറുക്കി തടഞ്ഞുവെച്ച് മുഖത്തും കഴുത്തിലും കുത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ജിഷയുടെ വായിൽ മദ്യം ഒഴിച്ചു നൽകിയത്. പിന്നീട് ജിഷയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി. ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി. കത്തി സമീപത്തെ കാടുപിടിച്ച പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെരുപ്പ് ഉപേക്ഷിക്കുകയും ചെയ്തു. കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം നാട്ടിലേക്ക് പോകും വഴി ട്രെയിനിൽ നിന്ന് പുറത്തെറിഞ്ഞു കളഞ്ഞു. അതേസമയം ജിഷ കൊല്ലപ്പെട്ടതിന് തലേദിവസം വീടിന് മുകളിലേക്ക് ആരോ കല്ലെറിഞ്ഞെന്ന് അമ്മയുടെ മൊഴിയുണ്ട്. കൊല്ലപ്പെട്ട ദിവസം രാവിലെ വീടിന് സമീപത്തു നിന്ന് ബീഡിയും ലൈറ്ററും കണ്ടെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തലേദിവസം രാത്രി അമീറുൽ ഇസ്ലാം ജിഷയുടെ വീട്ടിലെത്തിയെന്ന് അമീറിന്റെ കുറ്റസമ്മത മൊഴിയിലുമുണ്ട്. സൗമ്യ വധക്കേസ് കൊലപാതകമെന്ന് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ. ട്രെയിനിനുള്ളിൽ സൗമ്യയെ ആക്രമിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്ന് പുനഃപരിശോധന ഹർജിയിൽ പറയുന്നു. പുനഃപരിശോധനാ ഹർജിയുടെ പകർപ്പ് ലഭിച്ചു. വിധിയിലെ പിഴവുകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചത്. കൊലക്കുറ്റം ഒഴിവാക്കി പകരം സൗമ്യയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചുവെന്ന കുറ്റമാണ് ഗോവിന്ദചാമിക്കെതിരെ സുപ്രീം കോടതി ചുമത്തിയത്. ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചാൽ സ്വാഭാവികമായും പരിക്കേൽപ്പിച്ചയാൾക്കെതിരെ കൊലക്കുറ്റം വരുമെന്ന പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടി. ഗോവിന്ദചാമിക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്നും പ്രോസിക്യൂഷൻ തെളിവുകൾ വിശദമായി പരിശോധിക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. തൃശൂർ അതിവേഗ കോടതി വിധിച്ച പിന്നീട് ഹൈക്കോടതി ശരിവെച്ച വധശിക്ഷ തന്നെ ഗോവിന്ദചാമിക്ക് നൽകണം. നേരത്തെ കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് PC പാന്ത്, ജസ്റ്റിസ് UU ലളിത് എന്നിവരുടെ ബെഞ്ചിലാണ് പുനഃപരിശോധനാ ഹർജിയും സമർപ്പിച്ചത്. ഇന്നലെ സൗമ്യയുടെ അമ്മ സുമതിയും പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി സദ്യയൊരുക്കാൻ പഴയിടം മോഹനൻ നമ്പൂതിരിയും സംഘവുമെത്തി. കേരള സദ്യയോടൊപ്പം 25 തരം പ്രത്യേക പഴയിടം വിഭവങ്ങളുമടങ്ങിയതാണ് BJP ദേശീയ കൌൺസിലിൽ നരേന്ദ്രമോദിക്കായി ഒരുക്കുന്ന സദ്യ. കലവറയിൽ നാളം പകർന്ന് O രാജഗോപാൽ. രാഹുകാലം നോക്കി 10:15 പാലുകാച്ചൽ. ഇനി നരേന്ദ്രമോദിക്കുള്ള സദ്യവട്ടമൊരുക്കുകയായി പഴയിടം സംഘം. മോഹനൻ നമ്പൂതിരി വൈകിട്ടോടെയാണ് എത്തിയത്. പകരം മേൽനോട്ടത്തിനായി കലവറയിൽ തൽക്കാലം മകൻ യദുവാണുണ്ടായത്. മോദിക്ക് വേണ്ടി നമ്മുടെ സ്പെഷ്യൽ ഒരു പുളിയിഞ്ചി നമ്മൾ ഒരുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സിന്റെ ഒരു പായസം ഒരുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് സസ്പെൻസ് ആണ്, ഞങ്ങളും പുറത്ത് പറഞ്ഞിട്ടില്ല. വടക്കൻ വിഭവങ്ങളെ വെല്ലുന്ന കേരള സദ്യ. സസ്പെൻസ് ഐറ്റങ്ങൾ വേറെ. ഡാലും ചപ്പാത്തിയും നാനും മെനുവിൽ വേറെയുണ്ടാകുമെങ്കിലും സദ്യ തന്നെയാകും താരം. തലപുകയുന്ന ചർച്ചകൾക്ക് സ്വാദു പകരാൻ പഴയിടത്തിന്റെ സദ്യയ്ക്കായാൽ സമ്മേളനം ഗംഭീരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. BJP ദേശീയ സമ്മേളനത്തെ വിമർശിച്ച് CPM-ഉം കോൺഗ്രസും. വർഗീയത വേരുറപ്പിക്കാനുള്ള വിഫലശ്രമമാണ് BJP നടത്തുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു.
ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണ് ദേശീയ കൌൺസിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കുറ്റപ്പെടുത്തി. കോടികൾ ചിലവഴിച്ചുള്ള മാമാങ്കം നടത്തിയാലും സംസ്ഥാനത്ത് BJP വേരുപിടിക്കാൻ പോകുന്നില്ലെന്നായിരുന്നു ഷൊർണൂരിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കുറ്റപ്പെടുത്തൽ. ഇത്രയും വലിയ കോടികൾ ചെലവഴിച്ചൊരു സമ്മേളനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും കേരളത്തിൽ BJPക്ക് വേരുപിടിക്കാൻ പോകുന്നില്ല. അങ്ങ് കേരളത്തിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധ്യമല്ല. BJP സമ്മേളനം കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് രമേശിന്റെ പ്രസ്താവനയെന്ന് ഒ രാജഗോപാൽ മറുപടി നൽകി. ഈ സമ്മേളനത്തിന്റെ ഫലമായിട്ട് ഉള്ള അതിദ്രുതഗതിയിലുള്ള വളർച്ച കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും മാറ്റി രംഗത്തുനിന്ന് മാറ്റി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വിമുക്ത കേരളം ഉണ്ടാവും. കണ്ണൂർ പയ്യമ്പലത്ത് അഴീക്കോടൻ രാഘവൻ അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്താണ് CPM സംസ്ഥാന സെക്രട്ടറി BJPക്കെതിരെ പ്രസ്താവന നടത്തിയത്. ദളിത് വിരുദ്ധ, പിന്നോക്ക സമുദായങ്ങൾക്കെതിരായ, മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു യുദ്ധപ്രഖ്യാപനമാണ് കോഴിക്കോട്ട് BJP സമ്മേളനം വെച്ച് മുഴങ്ങാൻ പോകുന്നത്. സഖാവ് അഴീക്കോടന്റെ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ വെല്ലുവിളി നേരിടാൻ കഴിയുള്ളൂ. കേരള സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് PTA റഹീം MLA. വിശദാംശങ്ങളിലേക്ക്. കേരള വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PTA റഹീം MLA പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 6 അംഗങ്ങളിൽ ഉൾപ്പെട്ട 2 MLAമാരുടെ കാലാവധി അവസാനിച്ചതിനാലും ഷിയ പ്രതിനിധിയായി ഇപ്പോൾ വഖഫ് ബോർഡിലുള്ള വ്യക്തി മുജാഹിദ് നേതാവായതിനാലും ഗവൺമെന്റ് സെക്രട്ടറിയെ നോമിനേറ്റ് ചെയ്യേണ്ട സ്ഥാനത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വനിതയാണെന്നതിനാലും നിയമാനുസൃതമായി കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം. മുൻ സർക്കാർ നോമിനേറ്റ് ചെയ്തവരിൽ ഒരാളൊഴികെ മറ്റുള്ളവർ നിയമവിരുദ്ധമായാണ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റഫീഖ് നരിക്കുനി, KMAC ന്യൂസ്, കോഴിക്കോട്. അടുത്ത 5 വർഷം കൊണ്ട് 15,000 സിറിയൻ അഭയാർത്ഥികളെ UAE സ്വീകരിക്കും. കടുത്ത പ്രയാസവും പ്രതിസന്ധികളും നേരിടുന്ന അഭയാർത്ഥികളുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് UAE ഏറ്റെടുക്കുകയെന്ന് UAE രാജ്യാന്തര സഹകരണ സഹമന്ത്രി റി അൽ ഹാഷിമി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടന്ന ലീഡേഴ്സ് സമ്മിറ്റ് ഓൺ റെഫ്യൂജീസിൽ സംസാരിക്കുകയായിരുന്നു അവർ. 5 വർഷം മുമ്പ് സിറിയയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിനു മുമ്പ് 1,15,000 സിറിയൻ അഭയാർത്ഥികൾ UAEയിൽ ജീവിച്ചിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. 200-ലധികം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഭയവും വിദ്വേഷവും കൂടാതെ UAEയിൽ ജീവിക്കുന്നുണ്ട്. ഇതുവരെയായി 1,23,000-ലധികം സിറിയക്കാരെ UAE സ്വീകരിച്ചിട്ടുണ്ടെന്നും റീം വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും നിരുപാധിക ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാജ് അസീസാണ് പ്രശ്നപരിഹാരത്തിനുള്ള സന്നദ്ധത അറിയിച്ചത്. കാശ്മീർ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ചർച്ചയും വിജയമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കാശ്മീർ വിഷയം UN-ൽ ശക്തമായി ഉന്നയിച്ചെന്നും കാശ്മീർ ഒരു തർക്കമേഖലയാണെന്ന കാര്യം അന്തർദേശീയ സമൂഹം അംഗീകരിച്ചെന്നും പാക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സർദാജ് പറഞ്ഞു. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ.
കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 9 ദിനരാത്രങ്ങൾ നാടിന് ആത്മീയതയുടെ വിരുന്നൊരുക്കി മൽഹറിൽ നടന്നുവന്ന ഖാദി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ പ്രഥമ ഉറൂസ് മുബാറക്കിന്റെ സമാപന സമ്മേളനം പതിനായിരങ്ങളുടെ മഹാസംഗമ വേദിയായി. ഖുർആൻ പാരായണവും പ്രാർത്ഥനയും പ്രകീർത്തനങ്ങളും നിറഞ്ഞുനിന്ന ഉറൂസ് മുബാറക്ക് നാടിന്റെ ഒന്നാകെ ആത്മീയ സമ്മേളനമായി മാറുകയായിരുന്നു. അറിവിന്റെയും ചിന്തയുടെയും വിവിധ തലങ്ങളിലേക്ക് നയിച്ച 40-ലേറെ പ്രൗഢ പരിപാടികളാണ് ഉറൂസ് നഗരിയിൽ കഴിഞ്ഞ ദിനങ്ങളിൽ നടന്നത്. പ്രമുഖ പണ്ഡിതരുടെയും സയ്യിദുമാരുടെയും നിറസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ വേദിയിൽ രാഷ്ട്രീയ, സാംസ്കാരിക, ഉദ്യോഗ രംഗങ്ങളിലെ പ്രമുഖരും എത്തിച്ചേർന്നു. സമാപന ദിനം ഉറൂസ് ഭക്ഷണ വിതരണം 20 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. 4 ലക്ഷത്തിലേറെ പേർ തബറുക്ക് സ്വീകരിച്ചു. സമാപന സ്വലാത്ത് മജ്ലിസിന് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകി. നമ്മുടെ പരിശുദ്ധമായ ഭാരതത്തിന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള അതിവിശാലമായ സ്ഥലത്തിനാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനും തുർക്കുമാനിസ്ഥാനും തജാക്കിസ്ഥാനും സമർഖന്ദും താഷ്കന്തും അതുപോലെ തന്നെ ബുഖാറയും അതുപോലെ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത് ഖുറാസാനിലാണ്. ആ ഖുറാസാനിൽ നിന്നാണ് ബുഖാരി സാദാത്തുക്കൾ മഹാനായ ഇമാം ബുഖാരി മക്കാമിൽ നടന്ന ഖത്മുൽ ഖുർആൻ ചടങ്ങിന്റെ സമാപനത്തിന് സഅദിയ ജനറൽ സെക്രട്ടറി സയ്യിദ് ഫضل കോയമ്മ തങ്ങൾ ഖുറ നേതൃത്വം നൽകി. സയ്യിദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഷഹീർ ബുഖാരി തങ്ങൾ, സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി സഅദി, സയ്യിദ് സുഹൈൽ അസ്സഖാഫ് തങ്ങൾ പ്രാർത്ഥന നടത്തി. സമാപന സമ്മേളനം സമസ്ത ഉപാധ്യക്ഷൻ എം ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ ഉദ്ഘാടനം ചെയ്തു. അലി ബാഫഖ് തങ്ങൾ കടലുണ്ടി പ്രാർത്ഥന നടത്തി. സി മുഹമ്മദ് ഫൈസി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, എ പി അബ്ദുൽ കരീം ഹാജി ചാലിയം, സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ബാഫഖ് തങ്ങൾ, സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊയിലാണ്ടി, ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി, ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, എൻ പി മുഹമ്മദ് സഖാഫി പാത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണലാരണ്യത്തിലെ മലയാളികൾക്ക് സർഗാസ്വാദനത്തിന്റെ വേദികളൊരുക്കി റിസാല സ്റ്റഡി സർക്കിൾ 8ാമത് സാഹിത്യോത്സവങ്ങൾക്ക് അരങ്ങുണർന്നു. ഇശലുകളുടെ ഈണവും ദഫ്ബൈത്തിന്റെ താളവും കുരുന്നുകളുടെ പാട്ടും കഥയും വരകളും പ്രഭാഷണങ്ങളുടെ പ്രോജ്വലതകളുമായി പ്രവാസലോകത്തിന് സർഗവസന്തമാണ് സാഹിത്യോത്സവങ്ങൾ സമ്മാനിക്കുന്നത്. കിഡ്സ്, പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിൽ മാപ്പിളപ്പാട്ട്, മാലപ്പാട്ട്, ഖവാലി, സംഘഗാനം, അറബിഗാനം, ദഫ്മുട്ട്, പ്രസംഗം, കഥ, കവിതാരചന, പ്രബന്ധം, ചിത്രരചന തുടങ്ങി 50 കലാസാഹിത്യ ഇനങ്ങളിലാണ് യൂണിറ്റ്, സെക്ടർ, സോൺ, നാഷണൽ തലങ്ങളിലായി മത്സരങ്ങൾ നടക്കുക. RSC സാഹിത്യോത്സവ നിയമാവലി അനുസരിച്ചാണ് ഗൾഫ് നാടുകളിൽ ഒരേ സമയം ഏകീകൃത സ്വഭാവത്തിൽ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നത്. കിഡ്സ്, വിദ്യാർത്ഥിനി, വനിതാ മത്സരങ്ങൾ ഈ വർഷത്തെ പുതുമകളാണ്. സെപ്റ്റംബർ 16-ന് UAEയിൽ യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. ഒക്ടോബർ 8-ന് സെക്ടർ സാഹിത്യോത്സവങ്ങളും 21-ന് സോൺ സാഹിത്യോത്സവങ്ങളും പൂർത്തിയാകും. UAE നാഷണൽ സാഹിത്യോത്സവ് ഒക്ടോബർ 28-ന് അൽ ഐനിൽ നടക്കും. ഉദ്ഘാടന സമാപന വേദികളിൽ ഗൾഫിലെ സാംസ്കാരിക, സാമൂഹിക പ്രമുഖർ, ഉദ്യോഗസ്ഥർ, വ്യവസായികൾ പങ്കെടുക്കും. ആസ്വാദനങ്ങൾക്കൊപ്പം പ്രവാസി മലയാളികൾക്കിടയിലെ സർഗ പ്രതിഭാത്വങ്ങൾക്ക് രംഗാവസരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് സാഹിത്യോത്സവ സംഘാടക സമിതി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബദിയടുക്ക നെല്ലിക്കട്ടയിൽ പാവപ്പെട്ട കുടുംബത്തിനായി ജില്ലാ SYS നേതൃത്വത്തിൽ ICF RC സൗദി സാന്ത്വനം കാസർകോടിന്റെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ദാറുൽ ഖൈർ ഭവനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു സംസ്കാരമായി യുവസമൂഹം ഏറ്റെടുക്കണമെന്ന് കാന്തപുരം ഉസ്താദ് ആവശ്യപ്പെട്ടു. SYS ദാറുൽ ഖൈർ പദ്ധതിയിലൂടെ 100 കണക്കിന് കുടുംബങ്ങളുടെ ഭവനമെന്ന സ്വപ്നം പൂവണിയാൻ സാധിച്ചിട്ടുണ്ട്. ജില്ലകൾ തോറും കൂടുതൽ ഭവനങ്ങൾ SYS നിർമ്മിച്ചു നൽകും. SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ചെമ്പരിക്ക ദാറുൽ ഖൈർ ഉടൻ തുറന്നുകൊടുക്കുമെന്നും മുട്ടത്തൊടിയിൽ ഒരു ദാറുൽ ഖൈറിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും തങ്ങൾ പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PTA റഹീം MLA. 10,000ങ്ങൾക്ക് ആത്മീയ വിരുന്നൊരുക്കി മൽഹറിൽ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ ഉറൂസ് മുബാറക്കിന് ഉജ്ജ്വല സമാപ്തി.
പ്രവാസ ലോകത്ത് സർഗാസ്വാദനത്തിന്റെ വേദികളൊരുക്കി RSC സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. നാഷണൽ സാഹിത്യോത്സവ് അൽ ഐനിൽ. ജിഷയെ കൊലപ്പെടുത്തിയത് അമീറുൽ തന്നെയാണെന്ന് കുറ്റപത്രം. കഴുത്തിലും മുഖത്തും കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷമാണ് ജിഷയെ മാനഭംഗപ്പെടുത്തിയതെന്നും കുറ്റപത്രത്തിൽ. സൗമ്യ വധക്കേസ്. ഗോവിന്ദചാമിക്ക് കൊലക്കുറ്റം ചുമത്തി വധശിക്ഷ നൽകണമെന്ന് സർക്കാർ കോടതിയിൽ. ട്രെയിനിനുള്ളിൽ സൗമ്യയെ ആക്രമിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്നും പുനഃപരിശോധനാ ഹർജി. കോടികൾ ചിലവഴിച്ച് കോഴിക്കോട്ട് BJP ദേശീയ സമ്മേളനം. വർഗീയത വേരുറപ്പിക്കാനുള്ള വിഫലശ്രമമെന്ന് കോൺഗ്രസ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമെന്ന് CPM. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും നിരുപാധികം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ. വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാജ് അസീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.